ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മൾക്കിന്നൊരു വെറൈറ്റി മീൻകറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ വീട്ടമ്മമാരൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന പെട്ടെന്ന് ചീത്തയായി പോവാത്തൊരു മീൻകറിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഏതാണ്ടൊരു 3/4 കിലോനോളം അയല മീനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ഒരു ചട്ടിയിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചുഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഒരു 1/4 സ്പൂണോളം ഉലുവ, 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. സ്റ്റൗ നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ, ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇനി മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവ് കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. 2 സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കളറ് മാറാതെ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 1-2 ദിവസമൊക്കെ കേടുകൂടാതെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക്, ആ ഒരു കൂട്ടില്ലേ, അതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. തക്കാളി ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം വലിപ്പമുള്ളതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ഇനി ഇതിനെ ഒന്ന് ഇതുപോലെ ഒരുപാട് ഇങ്ങനെ വഴറ്റി ഇങ്ങനെ ഉടഞ്ഞു വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. നല്ല മണമാണ് ഈ മസാലകളൊക്കെ ഇങ്ങനെ മൂത്തൊരു മണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണം, ലൈക്ക് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. വാളൻ പുളിയാണ് കേട്ടോ. അത് ഞാനൊരു 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് വെള്ളം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. വെള്ളം നമുക്ക് കൂടുതൽ കറി ആവശ്യമാണെങ്കിൽ 1/2 കപ്പും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം വീണ്ടും. അപ്പോൾ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുടംപുളി ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ല രുചിയുള്ളൊരു കറിയാണ്. കപ്പയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അതുപോലെ മൈദ കൊണ്ടുള്ള ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കോംബോ ആണ് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ അയലക്കറി, മത്തിക്കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാറ്. 2 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഒന്ന് തിളച്ച് വന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അയല മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മളതിൽ തലയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അയലത്തലയൊന്നും കളയാതെ വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ അയലയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് നെയ്മീനും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മുളകിട്ട നെയ്മീനുണ്ടല്ലോ, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അത് നന്നായിട്ട് മീനൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. മീനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. മീനിന് അത്ര വലിയ വേഗമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം വെച്ചിട്ട് നമ്മൾ മീനിട്ട് കൊടുക്കരുത്. വെള്ളം അഥവാ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം മീനിട്ടാൽ മതി. തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ മീനെല്ലാം ഇങ്ങനെ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒതുക്കി ഒതുക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ചൊന്ന് വെന്ത് വരണം. അപ്പോൾ അതാ 3 മിനിറ്റ് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഞാൻ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മീൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ അയലക്കറിയൊക്കെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. കാരണം നമ്മൾ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ചീത്തയാവാതെ നല്ല രുചിയോടുകൂടി ഈ കറി ഇതുപോലെ തന്നെ ഇരിപ്പുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓഫ് ചെയ്താലും ഇത് തിളച്ചുകൊണ്ടിരിക്കും, കാരണം ഇത് ചട്ടിയിലായതുകൊണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതിനെ തുറന്ന് നോക്കാം. ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഏറ്റവും കൂടുതൽ ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ കപ്പയുടെ കൂടെയാണ് കേട്ടോ ഈ മീൻ കറി
കഴിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.